Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Good afternoon. നമ്മളെ റിവിഷൻ എടുക്കാം എന്നുള്ളതാണ് അല്ലേ? Good afternoon. Good afternoon. അപ്പൊ നമ്മളെല്ലാവരും റിവിഷന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ക്ലാസ് ഒക്കെ അത്യാവശ്യം നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ എല്ലാവരും ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കവർ ചെയ്യാൻ പറ്റുന്നത്രേ നോക്കാം. അപ്പൊ ഫസ്റ്റ്ലി എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സ് ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? റിവൈസ് ചെയ്യാൻ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അത് തന്നെയാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഹ്യൂമൻ റിസോഴ്സിന്റെ ആ ഒരു PDF എടുത്താൽ ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഹ്യൂമൻ റിസോഴ്സ് വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവരും അല്ലെ? പഠിച്ചു തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. എല്ലാവരുടെയും പോർഷൻസ് ഒക്കെ എന്തായാലും കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലരുടെയൊക്കെ പോർഷൻസ് ചെയ്ത് കഴിഞ്ഞു, റിവൈസും ചെയ്ത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങളപ്പോ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ട്രാൻസ്ഫോർമേഷന്റെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്, പിന്നെ ആൻ ഓവർവ്യൂ, പിന്നെ റെസ്പോൺസിബിലിറ്റീസ്, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ അല്ലെ? എത്രയല്ലേ നമ്മുടെ പോർഷൻസ് അല്ലേ? ഞാൻ അടുത്ത പോർഷൻസ് അതില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിങ്ങൾ വായിച്ച് ഒരു വലിയ ഇതായത് കൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം ഇപ്പോൾ വീണ്ടും വായിച്ചു തുടങ്ങിയപ്പോ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി തുടങ്ങുന്നുണ്ടോ? എവിടെയെങ്കിലും ഭാഗങ്ങൾ ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഫസ്റ്റ് ഭാഗങ്ങളില് പ്രധാനമായിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്ലൈ ചെയ്ത് തന്നെ നോക്കാം. എന്താണ് പ്രധാനമായിട്ടുള്ള റിസോഴ്സസ് അല്ലെ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നുള്ളത് അല്ലെ? മണി, മെറ്റീരിയൽ, മിഷനറി, മാനുമെന്റ്, വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിസോഴ്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരുപാട് റിസോഴ്സസില്, വിഭവശേഷിയില് അല്ലെ, വിഭവങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ഹ്യൂമൻ അല്ലെ? ഹ്യൂമന്റെ എഫേർട്ടാണ്, മനുഷ്യന്റെ എഫേർട്ടാണ്. അതുകൊണ്ടാണ് അത് പ്രധാനമായിട്ടും ഒരു ചാപ്റ്റർ തന്നെ പഠിക്കുന്നത്. മണിയല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം. മണി ഉണ്ടാക്കണമെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി വേണം അല്ലെ? നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള കഴിവ് വേണം. മണിയല്ല അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് മനുഷ്യൻ. മണി ഉണ്ടായാലും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ബിസിനസിന്റെ ഒരു കൺസിഡറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് പേജ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് എന്താണ് അണ്ടർലൈൻ ചെയ്യുക. 4 ടൈപ്സ് ഓഫ് റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആണ് മണി, മെറ്റീരിയൽ, മെഷീനറി, ഫിക്സഡ് അസറ്റ് ആണ്, ആൻഡ് മെൻ ഹ്യൂമൻ റിസോഴ്സസ്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. കാരണം മണി ഒക്കെ നമുക്ക് വേണമെങ്കിൽ അല്ലെ ഏത് രീതിയിലും ഉപയോഗിക്കാം. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അത് അല്ലെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റാനായിട്ട്, അത് ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു അല്ലെ ഒരു ലെസൺ തന്നെയാക്കി ഹ്യൂമൻ റിസോഴ്സസിനെ പഠിക്കുന്നത്. പിന്നെ വീണ്ടും എന്താണ് അല്ലെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് മേജർ കമ്പോണൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇമ്പോർട്ടന്റ് മേജർ കമ്പോണൻസിൽ പ്രധാനമായിട്ട് ഹ്യൂമൻ റിസോഴ്സസ് ഓർ പീപ്പിൾ അഡ്വാൻസ് ആർ ദ മേജർ കമ്പോണൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള ഏത് കമ്പോണന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാലും എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ്. ആ പോയിന്റ് അത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. വീണ്ടും എന്താണ് മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് ഇൻ ആൻ ഓർഗനൈസേഷൻ സെറ്റിംഗ്സ് ആർ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ, അതത് ഫിസിക്കൽ, ടെക്നിക്കൽ ഓർ എക്കണോമിക് അല്ലെ? മറ്റ് ഏതൊരു പ്രോബ്ലത്തിനേക്കാളും ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ വിഭവശേഷിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം തന്നെയാണ് അല്ലെ? മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് ഇൻ ആൻ ഓർഗനൈസേഷൻ സെറ്റിംഗ്സ് ആർ അല്ലെ? നമുക്ക് വേണമെങ്കിൽ പണം അല്ലെങ്കിൽ ഒരു മെഷീനറി അതൊക്കെ വേണമെങ്കിൽ വീണ്ടും റീപ്ലേസ്മെന്റ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ഹ്യൂമന്റെ എഫേർട്ട് അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് തന്നെ കൊണ്ടുവന്ന് നിലനിർത്താനായിട്ട് ശ്രമിച്ചില്ല എങ്കിൽ ആ ഓർഗനൈസേഷൻ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അത് തന്നെയാണ് അവിടെ പറയുന്നത്. എന്താണ് വീണ്ടും നെക്സ്റ്റ് ഒരു ഇതിൽ ആ പാരഗ്രാഫിന്റെ അവസാനം പറയുന്നുണ്ട് സ്പെസിഫിക് മോട്ടീവ്സ് ലൈക്ക് ടു earn money, to get employment, to have better prospects in future അല്ലെ? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലെ? പീപ്പിളിനെ സംബന്ധിച്ച് നല്ലൊരു വർക്ക് സിറ്റുവേറ്റ് ചെയ്യണമെങ്കിൽ
അവർക്ക് മോട്ടിവേറ്റ് ആയിട്ട് അല്ലെ പ്രേരിപ്പിക്കാൻ പറ്റുന്ന ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് നല്ല അല്ലെ നല്ലൊരു എംപ്ലോയ്മെന്റ് കൊടുക്കണം, നല്ല ഭാവിക്ക് നല്ല രീതിയിലുള്ള ഭാവി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. എല്ലാം കൊണ്ടും മനുഷ്യന്റെ ആ വിഭവശേഷിക്ക് വേണ്ടി എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കണം. ഞാൻ എന്താണ് അവരെന്താണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും അല്ലെ അവര് ബിഹേവിയർ അനുസരിച്ചിട്ട് തന്നെ അവരുടെ പെരുമാറ്റ രീതി മനസ്സിലാക്കി തന്നെ അവർക്ക് റീസണബിൾ ആയിട്ടുള്ള വേജസ് അല്ലെങ്കിൽ സാലറീസ് ഒക്കെ ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അതില് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ, മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട്, നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ബെനിഫിറ്റുകൾ അവിടെ വരാം. പിന്നെന്താണ് ഇനിയിപ്പോ ഇതൊക്കെ ചെറിയൊരു ഡാഷിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത്. The management must therefore be aware not only the organization but also dash and self needs. അല്ലെ എംപ്ലോയിയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. മാനേജ്മെന്റ് ഒരു തീരുമാനം ഇറക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങളൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടി കൺസിഡർ ചെയ്യണം അല്ലെ, പരിഗണിച്ചിട്ട് വേണം അവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുള്ള നല്ല ധാരണ ആർക്കുണ്ടായിരിക്കണം, മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ, അതെല്ലാം അണ്ടർലൈൻ ചെയ്ത് പോവാ. പിന്നെന്താണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ ഈ ഫസ്റ്റ് ഇതിലാവുന്ന ചെറിയ ചെറിയ ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. എന്താണ് ഇതില് ഇതേമാതിരി തന്നെ ഏതാണ് ഏറ്റവും മോശമായിട്ടുള്ള ചലഞ്ചിങ് എന്ന് പറയുന്നതും എന്താണ് ഹ്യൂമൻ എഫേർട്ട് ആണ്. അത് എന്തുകൊണ്ട കാരണം ബിക്കോസ് എന്താ കാരണം അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഡൈനാമിക് നേച്ചർ ഓഫ് ദ പീപ്പിളിന്റെ വ്യത്യസ്ത തരത്തിലുള്ള പെരുമാറ്റ രീതി കൊണ്ടാണ് ഇതൊരു ഇമ്പോർട്ടന്റ് ചലഞ്ച് ആയിട്ട് വരുന്നത് അല്ലെ. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ്, അത് പോയിന്റ് അണ്ടർലൈൻ ചെയ്യുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ചലഞ്ചിങ് ജോബ് ഇൻ മാനേജിങ് പീപ്പിൾ ബിക്കോസ് ഓഫ് ദ ഡൈനാമിക് നേച്ചർ ഓഫ് ദ പീപ്പിൾ. എന്താണ് വിച്ച് ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റിനെ സംബന്ധിച്ച ഒരു എസെൻസ് എന്ന് പറയുന്നത് അല്ലെ, മാനേജിങ് പീപ്പിൾ ഈസ് ദ ഹേർട്ട് ആൻഡ് എസെൻസ് ഓഫ് ബീയിങ് മാനേജർ. മാനേജറിനെ സംബന്ധിച്ച് അതിന്റെ ഹേർട്ട് എന്ന് പറയുന്നത് അല്ലെ, അതിന്റെ ആ ഒരു സത്തയും ഹൃദയം എന്നൊക്കെ പറയുന്നത് പീപ്പിളിനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അല്ലെ. മാനേജിങ് പീപ്പിൾ ഈസ് ദ ഹേർട്ട് ആൻഡ് എസെൻസ് ഓഫ് ബീയിങ് എ മാനേജർ. അപ്പൊ എന്തൊക്കെ ജസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നോട്ട് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെ തന്നെയാണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഓക്കെ ഞാൻ പറയുന്ന അത്രയും രീതിയിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ നോട്ട് ചെയ്യാൻ പറ്റുന്നല്ലോ. ഇനി അതേമാതിരി തന്നെ ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ നമുക്ക് ജസ്റ്റ് അത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നില്ല, എന്നാലും ഈ പേഴ്സണൽ മാനേജർ HR എന്താണെന്നുള്ള ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഫുൾ ഫോം പേഴ്സണൽ മാനേജർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെ. അത് ലേറ്റസ്റ്റ് കൺസെപ്റ്റിലാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓൾഡ് കൺസെപ്റ്റില് ആശയം, ഓൾഡ് കൺസെപ്റ്റില് പഴയ ആശയത്തിന്റെ രീതിയിൽ അത് പേഴ്സണൽ മാനേജർ ആയിരുന്നു. നമുക്കറിയാം പേഴ്സണൽ മാനേജറുടെ റോൾ എന്ന് പറയുന്നത് വലിയ റോളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലായത് വിഭവശേഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്താൽ മാത്രമേ ഏതൊരു ബിസിനസ്സിനും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. പണ്ടത്തെ ധാരണ അനുസരിച്ചിട്ട് മണി ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് HR ഇമ്പോർട്ടന്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഒക്കെ അത്രയും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നില്ല. കാരണം അതിനേക്ക് ഹ്യൂമന്റെ റിസോഴ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് ചോദിക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോ അതൊക്കെ നോക്കാം. മിക്കവാറും ഞാൻ ഒരുപാട് പോർഷൻസ് ഓരോ ദിവസം കൊണ്ട് കുറെ ദിവസം കൊണ്ട് എടുത്ത് പോയ കാരണം മോക്ക് ടെസ്റ്റില് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് പോകുന്നുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ഉള്ളതും ഇമ്പോർട്ടന്റ് അല്ലാത്തതും ഒക്കെ. മോക്ക് ടെസ്റ്റ് എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. ഇനി അതില് വരുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും വരുന്ന പേഴ്സണൽ മാനേജർ ഞാൻ പറഞ്ഞു, HR എന്താണെന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. പിന്നെ വ്യത്യസ്ത വ്യക്തികള് അല്ലെ അദ്ദേഹത്തിന്റെ ഒക്കെ അഭിപ്രായത്തിലുള്ള എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതില് പ്രധാനമായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ അല്ലെ ചിലപ്പോൾ ഡെഫിനേഷൻ നമുക്കറിയാം അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യും അല്ലെ. ആ ഡെഫിനേഷൻ കൊടുത്തിട്ട് ആരുടെ ആളെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഓർഗനൈസിംഗ് ഡയറക്ടിങ് കൺട്രോളിംഗ് റിക്വയർമെന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് ആരുടെയാണ്, എഡ്വേർഡ് സ്റ്റേറ്റസ് ആണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക.
അത് എന്താണ്, അത് ആ ഒരു ഡെഫിനിഷൻ, അതിന്റെ പാറ്റേൺ സ്ട്രക്ചർ രീതി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിനകത്ത് പഠിക്കണമെന്നില്ല, കാരണം ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ലല്ലോ. പക്ഷെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ തന്നെ അവർ കൃത്യമായിട്ട് ഡെഫിനിഷൻ ഡിഫൈൻ അത് കാണിച്ചിരിക്കും. ആ പേരുകൾ മാത്രം നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഏത് പേരാണ് അല്ലെ, എഡ്വാർഡ് സ്റ്റേറ്റസ്, അത് ഓർത്ത് വെക്കാം. അതേമാതിരി തന്നെ ഈ ഒരു ഇതില് അല്ലെ, അദ്ദേഹത്തിന്റെ സ്റ്റീഫൻഡന്റെ അഭിപ്രായത്തിലും 3 രീതിയിലാണ്. അപ്പൊ അതില് ചിലപ്പോ ഏതെങ്കിലും അല്ലെ, ഇംപ്രൂവിംഗ് ദ വർക്കിംഗ് എൻവയൺമെന്റ് എന്തിന്റെ ഒരു ഇതായിട്ടാണ് അല്ലെ, അദ്ദേഹം 3 രീതിയിൽ പറയുന്നുണ്ട്. അട്രാക്ടിങ് പീപ്പിൾ, ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ്, മോട്ടിവേറ്റിംഗ്. അപ്പൊ അത് എന്തിന്റെ ബേസിലാണ്, ഹോൾഡിംഗ് ഓർ റീറ്റെയിനിന്റെ ബേസിലായിട്ടാണ് ആ പോയിന്റ് അവിടെ വിളിച്ചിരിക്കുന്നത് അല്ലെ, ഇംപ്രൂവിംഗ് ദ വർക്കിംഗ് എൻവയൺമെന്റ്. അപ്പൊ അത് ജസ്റ്റ് നോക്കാം. അട്രാക്ടിങ് പീപ്പിൾ, ഹോൾഡിംഗ്, ക്രിയേറ്റിംഗ്, മോട്ടിവേറ്റിംഗ്, ആ 3 പോയിന്റുകൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യണേ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതാരുടെയാണ്, സ്റ്റീഫൻഡന്റെ. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ഒന്നും വൈകാട്ട് പഠിക്കണമെന്നില്ല, ഡെഫിനിഷൻ മനസ്സിലാക്കുക. അത് ഏത് ആരുടെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ എന്താണ്, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റീസ്, പേഴ്സണൽ മാനേജറിന്റെ കുറെ ക്വാളിറ്റീസുകളൊക്കെ അദ്ദേഹം അംഗീകരിക്കണം അല്ലെ, പ്രതികരിക്കണം. നമുക്കറിയാം ഒരു മാനേജർ എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള വർക്കേഴ്സിനെ അതിനെ കയ്യിലെടുക്കാനുള്ള പവർ അല്ലെ, അവരെ കൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള കഴിവ്, അതൊക്കെയാണ്. അത് മൈൻഡിലേക്ക് ഓൾറെഡി വന്നാൽ മതി. അതൊന്നും ക്വസ്റ്റ്യൻസിൽ അതൊന്നും അധികം ചോദിച്ചു കാണാറില്ല. പിന്നെ അതേമാതിരി ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇവരുടെ പേഴ്സണൽ റോള്, വെൽഫെയർ റോള്, ക്ലറിക്കൽ റോള്, ഇതിനൊക്കെ പെടുന്നത് എന്താണെന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഇപ്പൊ ടൈം കീപ്പിംഗ് ഈസ് ദ ഡാഷ് റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ. അപ്പൊ എന്തായിരിക്കും ആൻസർ? ടൈം കീപ്പിംഗ് ഈസ് ദ ഡാഷ് റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ. എന്തായിരിക്കും ആൻസർ? ഏത് റോളാണ്? നിങ്ങൾ നോക്കാം പേഴ്സണൽ റോളിൽ എന്തൊക്കെയാണ് പെടുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലറിക്കൽ റോളാണ് അല്ലെ. ടൈം കീപ്പിംഗ് അറ്റൻഡൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ട റോള് അത് പേഴ്സണൽ മാനേജറിന്റെ ക്ലറിക്കൽ റോളിൽ പെടുന്നതാണ്. വെൽഫെയർ റോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, പലതരത്തിലുള്ള സർവീസുകൾ അവർക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഓക്കെ, ഓക്കെയാണ്. പേഴ്സണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ വർക്കേഴ്സിനെ കോർഡിനേറ്റ് അല്ലെ കൊണ്ടുവരാനായിട്ട് റിക്രൂട്ട്മെന്റ്, പ്ലാനിങ്, സെലക്ഷനും ട്രെയിനിങ്ങും അതൊക്കെയാണ് പേഴ്സണൽ റോളിൽ വരുന്നത്. അപ്പൊ ചോദ്യം ഏത് രീതിയിലും ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നതാണെന്നുള്ളത് വ്യക്തമാക്കി. പേഴ്സണൽ റോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അവിടുത്തെ പോസ്റ്റിങ്ങും കാര്യങ്ങളും ട്രെയിനിങ് ഒക്കെയാണ്. വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ സർവീസുകൾ അഡീഷണൽ ഒക്കെ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ, എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ. ക്ലറിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഴുത്തുകുത്തുകൾ അല്ലെ, അപ്പൊ സാലറിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ, റെക്കോർഡ്സുകളൊക്കെ ക്ലിയർ ചെയ്തത്, അതേമാതിരി അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി ഫയർ ഫൈറ്റിംഗ് ഡേറ്റ റോൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ അല്ലെ, എന്തെങ്കിലും തർക്കങ്ങളാണെങ്കിൽ അത് ഇതിന്റെ അണ്ടറിലാണ് വരും. അപ്പൊ അത്തരം കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് ഓക്കെ, അപ്പൊ നോക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യാറുള്ളത്. എന്താണ് വീണ്ടും നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സ് അല്ലെ, അത് ചിലപ്പോഴെങ്കിലും ഈ പ്രോസസ്സുകൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പലതരത്തിലുള്ള പ്രോസസ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ, അദ്ദേഹത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഏതാണെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ അണ്ടറിൽ ഇങ്ങനെ പലതരത്തിലുള്ള പ്രോസസ്സ് വരുമ്പോൾ അത് ഏത് പ്രോസസ് ആണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് അറിയാവുന്നതാണ് ഒരു പേഴ്സണൽ മാനേജറിന് എന്തൊക്കെ അല്ലെ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്. ലീഡർഷിപ്പ്, അതേമാതിരി സ്റ്റാഫിംഗ് പ്രോസസ്സ്, അല്ലെങ്കിൽ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്സ്, ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്സ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സ്, അതായത് അവരുടെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തുക, അവരുടെ ഇതിൽ എന്തെങ്കിലും ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ അവരുടെ ജോലി വികസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോമ്പൻസേഷൻ, റിവാർഡ് പ്രോസസ്സ്, ആക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സ്, അതായത് വേറേഷനും കാര്യങ്ങളൊക്കെ നടത്തി
അവർക്ക് ബെനിഫിറ്റ്സ് ഒക്കെ നേടിയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ടുണ്ട്. ഗൈഡ് ലൈൻ ക്വസ്റ്റ്യൻസ്, ഗൈഡിൽ ഉള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി തന്നെ ഇത് ഓരോന്നും അത് മാത്രം പഠിക്കാതെ ഞങ്ങൾ ആരും പറയില്ല. കാരണം നമ്മളിപ്പോ ഇന്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് മോസ്റ്റ് ആയിട്ട് രണ്ടും വേണം അല്ലെ. നമുക്ക് എക്സാം പാസ്സാകേണ്ടതുണ്ട്, ഒപ്പം തന്നെ നമുക്ക് എന്താ പറയാ ഇന്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്തിട്ട് അവർ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ പറയാനായിട്ട് പറ്റുകയും വേണം അല്ലെ. രണ്ട് കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കണം. ഒരു ജോലി എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയതുകൊണ്ട് എക്സാം പാസ്സാവുകയും വേണം, നമുക്ക് നമ്മളെ അല്ലെ നമുക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ വേണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഇതും വെച്ച് ഗൈഡ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നിങ്ങൾ പഠിച്ചു പോവുക. മോസ്റ്റ് ആയിട്ടും എക്സാമിന് നമ്മളെപ്പോഴും അല്ലെ ക്വസ്റ്റ്യൻസ് നമ്മൾ റെഫർ ചെയ്തിട്ടാണ് പോവുക. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ രണ്ടും കൈകാര്യം ചെയ്ത് പോകണമെന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുക. തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു. എന്താണ് ഇതിന്റെയൊക്കെ അല്ലെ ഓരോ പ്രോസസ്സുകളുണ്ട്. അത് ഏത് തരത്തിലുള്ള പ്രോസസ് ആണെന്നുള്ളത് ജസ്റ്റ് ചോദിക്കുന്ന അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ശ്രമിക്കണം. എന്താണെന്നുള്ളത് മൈൻഡിലേക്ക് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. എന്താണ് പോളിസി എന്താണെന്നുള്ളതൊക്കെ ഒരു നയമാണ് അല്ലെ. ഗൈഡ് ലൈൻ അത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പോവുക എന്നാണ്. പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് എന്താണ്? ഗൈഡ് ലൈൻസുകളാണ് അല്ലെ. പേഴ്സണൽ പോളിസീസ് ആർ ദ rules that control how the deal with the human resources or personal related situations. അതൊരു ഗൈഡ് ലൈൻസുകളാണ് പേഴ്സണൽ പോളിസീസിൽ കിട്ടുന്നത്. അതിൽ അനുസരിച്ചിട്ട് തന്നെ അവരെ കൈകാര്യം ചെയ്ത് പോകാനായിട്ടുള്ള നോക്കാം. ജസ്റ്റ് പേഴ്സണൽ പോളിസീസിലൊന്നും അധികം അങ്ങനെ ചോദിച്ച് കാണാറില്ല. പിന്നെ എന്താണ് പേഴ്സണൽ പോളിസി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലേ. ഒരു റിട്ടേൺ ഫോം തന്നെയാണത്. അതിൽ കുറെ നയങ്ങളായിരിക്കും. അവിടെയുള്ള വർക്കേഴ്സിനെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് റിട്ടേൺ അല്ലെ ബെനിഫിറ്റ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേഴ്സണൽ പോളിസികളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ്സുകളുണ്ട്. കാരണം ഒരുപാട് സീനിയേഴ്സിനോടൊന്നും ഡിസ്കസ് ചെയ്യാതെ തന്നെ മാനേജ്മെന്റിന് ജോലിയിലേക്ക് ഇടപെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. ഡ്യൂട്ടി അവിടെയുള്ള വർക്കേഴ്സിനാണെങ്കിലും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ കൃത്യമായിട്ട് ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് സാലറീസ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്താനൊക്കെ ആയിട്ട് സാധിക്കും. അതൊക്കെയാണ് പേഴ്സണൽ പോളിസിയുമായി ബന്ധം. എന്താണ് പേഴ്സണൽ പോളിസി എന്നുള്ളത് മനസ്സിലാക്കുക. തന്നെ എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെ. അതില് എന്താണ് പ്രധാനമായിട്ടും എന്താണ് സ്ട്രക്ചർ ആണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ how activities like task allocation, coordination and supervision are directed toward the achievement of the organization aims അല്ലെ. ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ആ ലക്ഷ്യത്തിനെ അലോക്കേറ്റ് ചെയ്ത് ആർക്കൊക്കെ വിഭജിച്ച് കൊടുത്ത് അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മേൽനോട്ടം വഹിച്ച് ഒരു നേട്ടം നേടിയെടുക്കാനുള്ള ഒരു ഘടനാപരമായിട്ടുള്ള പ്രവർത്തനത്തിനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ ഇത്രയധികം ക്വസ്റ്റ്യൻസ് ഒരുപാട് എന്താ പറയണേ. ഞാൻ ഇത്ര വലിയ പേടിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് എത്ര വലിയ ചാപ്റ്റർ ആണെങ്കിലും ഒരു മിനിമം ഒരു 5-6 ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. കാരണം എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ടോപ്പിക്കുകളൊക്കെ അങ്ങനെ വെറുതെ തന്നെ നമ്മൾ മനസ്സിലാക്കി പോകാനുള്ളതാണ്. എന്തായാലും ഹ്യൂമൻ റിസോഴ്സ് ചാപ്റ്ററിലെ ഓരോ ഭാഗങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവുക. എക്സാമിന് കൂടുതൽ ഗുണകരമാവുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. കാരണം ഇതിലാണ് റിക്രൂട്ട്മെന്റ് സെലക്ഷനും ഇന്റർവ്യൂവും എല്ലാ കാര്യങ്ങളും ഇല്ലാതെ പഠിക്കുന്നുണ്ട്. ഇനി എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അവിടെയും എന്താണ് കുറച്ച് ആധികാരികമായിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താണ് ഇപ്പൊ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. കറക്റ്റ് പ്ലേസ് കറക്റ്റ് പേഴ്സണെ കണ്ടെത്തി നിയമിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഘടകം അല്ലെ. അത് അനുസരിച്ചിട്ട് തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. മാനേജ്മെന്റിനെ സംബന്ധിച്ചാണെങ്കിലും HRM-നെ സംബന്ധിച്ചാകുമ്പോൾ കുറച്ചും കൂടി ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന രീതിയിൽ വ്യത്യസ്ത ഒഴിവുകളൊക്കെ വരുമ്പോൾ അവിടെ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതിൽ സ്കിൽ ഇൻവെന്ററി വരുന്നുണ്ട് അല്ലെ. അവിടെ സ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താണെന്ന് നോട്ട് ചെയ്യുക. എന്താണ് സ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത്? എന്താണ് കൺസിസ്റ്റ് ഓഫ് ഡാറ്റ അബൌട്ട് ഈച്ച് എംപ്ലോയീസ് സ്കിൽസ്, abilities, work performance, work preference and other items information indicating its overall value to the company. അതായത് ഏതൊരു സ്ഥാപനമാണോ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഏതോ ഒരു വർക്കർ ആണെങ്കിൽ ആ വർക്കറിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആ സ്ഥാപനത്തിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ക്വാളിഫിക്കേഷന്റെ എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്,
അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് കൂടുതൽ എന്തെങ്കിലും ടാർജറ്റ് ഒക്കെ ചെയ്തതിന്റെ പല ചാൻസുകളൊക്കെ കിട്ടിയിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ സ്കിൽ ഇൻവെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം സ്കിൽ ഇൻവെന്ററി നോക്കിയിട്ടാണ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക അല്ലേ. അതായത് വേക്കൻസികളൊക്കെ വരുമ്പോൾ മേൽത്തട്ടിൽ എന്തെങ്കിലും വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിന് ആരും തന്നെ പരിശോധിക്കും അല്ലെ. നല്ല എക്സ്പീരിയൻസ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടോ എന്നുള്ളത് സ്കിൽ ഇൻവെന്ററി നോക്കി പരിശോധിക്കും. അവർക്ക് മേലുദ്യോഗസ്ഥരുടെ മേലുദ്യോഗസ്ഥരുടെ പൊസിഷനിലേക്ക് അവർക്ക് ചെറിയൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും അവരെ പോസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വർക്കേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നതാണ് സ്കിൽ ഇൻവെന്ററിയില്. അതേമാതിരി തന്നെ ജോബിന്റേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ജോബ് അനാലിസിസിൽ അല്ലെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് അറിയാം എന്താണ് JD. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. JD എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതൊരു റിട്ടേൺ ഫോം ആണ് അല്ലെ. അതില് സാധാരണയായിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എന്ത് പൊസിഷനാണ് ഏത് പൊസിഷനിലുള്ള ജോലിയാണ് അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ചുമതലകളും എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ക്ലാരിറ്റി ചെയ്ത് വിവരിച്ച് റിട്ടേൺ ഫോമിൽ കാണിക്കുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇവിടേക്ക് എന്താണ് ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഏത് ഒഴിവാണോ അല്ലെ ആ ഒഴിവുമായി ബന്ധപ്പെട്ട ആ ജോലിയുമായി ബന്ധപ്പെട്ട ജോബ് അനാലിസിസും ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ. അതേസമയം അവിടെയുള്ള വർക്കേഴ്സ് ആ ജോലി ചെയ്യാൻ പ്രാപ്തമായ ഒരു തൊഴിലാളിയെ കണ്ടെത്താനായിട്ട് അത് നമ്മളെ സ്കിൽ ഇൻവെന്ററി പരിശോധിക്കും. then അതിനുശേഷമാണ് താഴെ തട്ടിലുള്ള പോസ്റ്റിലേക്കൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ അപേക്ഷകളൊക്കെ ക്ഷണിക്കുന്നത് അല്ലെ. റിക്രൂട്ട്മെന്റ് വഴി അപേക്ഷകളൊക്കെ ക്ഷണിച്ച് സെലക്ട് ചെയ്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവിടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ടേമിൽ തന്നെ പഠിച്ചു പോവുക. അപ്പൊ അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോവുക. ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് അനാലിസിസ്, സ്കിൽ ഇൻവെന്ററി എന്നൊക്കെയുള്ള കാര്യങ്ങള്. എന്താണ് ഇതേമാതിരി തന്നെ പ്രധാനപ്പെട്ടതാണ് മാൻ പവർ പ്ലാൻ കമ്പോണന്റ്. അവിടെ മാൻ പവർ പ്ലാൻ കമ്പോണന്റിലെ 3 കമ്പോണന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫോർകാസ്റ്റിംഗ്, റിക്രൂട്ട്മെന്റ് പ്ലാന്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് നമുക്കറിയാം അല്ലെ ഓരോ ഇതാണെങ്കിൽ ഏതാണ് ഭാവിയിലെ ആവശ്യങ്ങൾ എന്താന്നുള്ളതൊക്കെ എന്താ തന്നെ മനസ്സിലാക്കിയാൽ മാത്രമാണ് റിക്രൂട്ട്മെന്റ് വേണോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലെ. നിലവിലെ കുറച്ച് ഒരു 1-2 ഒഴിവുള്ളൂ. അത് മതിയായ രീതിയിൽ തന്നെ ആ സ്ഥാപനത്തിന് പേഴ്സൺസിനെ കൊണ്ട് തന്നെ നികത്താൻ പറ്റുമെങ്കിൽ അത് ആദ്യം ചെയ്ത് തീർക്കും അല്ലെ. അത് പറ്റാതെ വരുമ്പോഴാണ് ആദ്യത്തെ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഫോർകാസ്റ്റ് ചെയ്യുക, റിക്രൂട്ട്മെന്റ് പ്ലാൻ ഉണ്ടാക്കുക. എന്തെങ്കിലുമൊക്കെ ഇന്റേണൽ സോഴ്സിൽ നിന്ന് പറ്റിയില്ല എങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് അല്ലെ പുറത്തുനിന്ന് അപേക്ഷകളെ ക്ഷണിക്കുന്ന രീതിയാണ് റിക്രൂട്ട്മെന്റില്. ആ റിക്രൂട്ട്മെന്റ് എന്താണെന്നുള്ളതൊക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. അത് ഏത് സെന്റൻസിൽ ഉപേനയും ചോദിക്കാം അല്ലെ. ടു മീറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഡാഷ് അല്ലെ ഡാഷ് ആൻഡ് എസ്റ്റിമേറ്റ് ബൈ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിൽ ഗ്യാപ്പ് നികത്താനായിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിന്റെ ആ ഒരു അല്ലെ അതിന് അവർക്ക് മാക്സിമം അല്ലെ അവരുടെയുള്ള തൊഴിലാളികളുടെ മാക്സിമം അവരുടെ സേവനം ചൂഷണം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അല്ലെ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ അതെല്ലാം പ്രധാനപ്പെട്ട 3 കമ്പോണൻസ് ആണ് മാൻ പവറിനെ സംബന്ധിച്ച്, മനുഷ്യന്റെ വിഭവശേഷിയെ സംബന്ധിച്ച്. എന്താണ് റിക്രൂട്ട്മെന്റ്? അതിന്റെ പോയിന്റ്സ് ഒക്കെ 1-2 ഫസ്റ്റ് ലൈനുകളൊക്കെ മസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പോകാം. Recruitment means the discovering of talent applications for actual or expected organization vacancy. Then എന്താണ് റിക്രൂട്ട്മെന്റിന്റെ കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ അത്രയും അങ്ങനെ ചോദിച്ച് കാണാറില്ല. റിക്രൂട്ട്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതേമാതിരി തന്നെ കുറച്ച് ഇങ്ങനത്തെ പോയിന്റ്സുകൾ ഉണ്ടല്ലോ അതില് ജസ്റ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട്. അത് ഏതൊക്കെ മെത്തേഡ് ആണെന്നുള്ളതൊക്കെ. അതേമാതിരി തന്നെ ഇതൊക്കെ ഏത് രീതിയിലൊക്കെ അല്ലെ നമുക്ക് ആൾക്കാരെ കണ്ടെത്താമെന്നുള്ളത്. അപ്പൊ ആ സോഴ്സുകളും പലതരത്തിലുണ്ട്. എക്സ്റ്റേണൽ സോഴ്സുകൾ ഏതൊക്കെയാണ് അല്ലെ. ചിലപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ട്, ഫ്രഷ് ആയിട്ടുള്ള പഠിക്കുന്ന വ്യക്തികളുണ്ട്, റിട്ടയർഡ് എക്സ്പീരിയൻസ് പേഴ്സൺസ് ഉണ്ട്. അവരെന്തൊക്കെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റിലുള്ള ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നത്. ഇന്റേണൽ സോഴ്സ് നമ്മൾ പറഞ്ഞു അവിടെയുള്ള വർക്കേഴ്സിനെ അത് കൺസിഡർ ചെയ്തിട്ടാണ് അവർക്ക് പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ കൊടുക്കാൻ പറ്റുമോ അല്ലെ എന്തെങ്കിലും ഗ്രേഡിലൊക്കെ മാറ്റം വരുത്തി ആ വിടവ് നികത്താൻ പറ്റുമോ എന്ന് ആദ്യം ചിന്തിക്കും. ഇന്റേണൽ സോഴ്സ് പരിശോധിച്ച് അതിനുശേഷം എക്സ്റ്റേണൽ സോഴ്സ് നോക്കും.
എക്സ്റ്റേണൽ സോഴ്സ് ഈ ഒരു രീതിയിലൊക്കെയാണ് അല്ലെ വ്യക്തികളെ കണ്ടെത്തുന്നത്. എന്താണ് മെത്തേഡ്സ്? അത് 3 തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. അതും ഇങ്ങനെ വ്യത്യസ്ത രീതിയിലൊക്കെ ചോദിക്കാം. എന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡിന് പറയുന്നത് അല്ലെ? നമ്മളൊക്കെ അത് ചിലപ്പോ കൺസിസ്റ്റ് അത് രണ്ടിലും പെടാത്തതൊക്കെ തന്നിട്ട് ചിലപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ഡയറക്റ്റ് മെത്തേഡിൽ പെടുന്നത് ഏത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി മെത്തേഡിൽ ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ 3 മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അല്ലെ, കറക്റ്റ് ആയിട്ട് തന്നെ എംപ്ലോയീസ് കോൺടാക്ട് വിത്ത് പബ്ലിക് ആൻഡ് ലാൻഡ് എക്സ്പീരിയൻസ്. അവർ നേരിട്ട് പോയി തന്നെ ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ അവരുടെ പ്രദർശനമൊക്കെ കണ്ടിട്ട് നേരെ സെലക്ട് ചെയ്യണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അവർ റിവിഷൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഏതെങ്കിലും രീതിയിൽ അല്ലെ പരസ്യമൊക്കെ കൊടുത്തിട്ട് ആൾക്കാരെയൊക്കെ അപേക്ഷിച്ച് ക്ഷണിക്കുകയാണ്. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് വീണ്ടും ഏജൻസികൾ വെച്ചിട്ട് അല്ലെ, നമ്മളിപ്പോ എന്തെങ്കിലും ഒഴിവുകൾ വരുമ്പോൾ ഒരു ഏജൻസി മീഡിയേറ്റർ ആയിട്ട് ഒരു ഏജൻസി വെച്ചിട്ട് ഏജൻസി വഴി നമ്മൾ കാര്യങ്ങളിലേക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഒരു 3 മെത്തേഡിൽ കൂടെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടത്. പിന്നുള്ളത് എന്താണ് ആ ഒരു പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. മെത്തേഡ്സ് ഓഫ് അസസ്മെന്റും പ്രധാനപ്പെട്ടതാണ് അല്ലെ. അതായത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇത് പോയിന്റ് റിക്രൂട്ടിംഗ് സോഴ്സ് ഷുഡ് ബി periodically assessed. For this purpose the criteria may be cost per applicant, the applicant hiring ratio, turnover, performance appraisal, etc. അതായത് നമ്മൾ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ അല്ലെ ചില കാര്യങ്ങൾ പരിഗണിച്ചിട്ട് മാത്രമേ എല്ലാവരും അപ്ലൈ ചെയ്യും. അതിന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇതെല്ലാം. അതായത് ഹയറിംഗ് റേഷ്യോ നോക്കും, അവിടുത്തെ അവരെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നേരത്തെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ അനുസരിച്ചിട്ടൊക്കെ പരിഗണിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാൻഡിഡേറ്റ്സ് നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. വീണ്ടും സെലക്ഷൻ, ഇതില് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് സെലക്ഷൻ, എന്താണ് പ്രൊമോഷൻ, എന്താണ് ഡിമോഷൻ, അങ്ങനെ ട്രാൻസ്ഫർ എന്താണെന്നൊക്കെ ഉള്ളത് ആ പോയിന്റുകൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. അപ്പൊ കാരണം നമുക്കൊരു സെന്റൻസ് തന്നിട്ട് അണ്ടറിൽ ചിലപ്പോൾ പ്രൊമോഷൻ ആണോ ഡിമോഷൻ ആണോ സെലക്ഷൻ ആണോ എന്നൊക്കെ ഉള്ളത് ചോദിക്കും. അപ്പൊ നമുക്ക് ആ പോയിന്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കണം ഇത് പ്രൊമോഷനെ സംബന്ധിച്ചിട്ടുള്ള പോയിന്റ് ആണെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടേം പഠിച്ചു വെക്കുക. സെലക്ഷൻ പ്രൊസീജിയർ റിലേറ്റഡ് ആക്ട് റെലവെന്റ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ആപ്ലിക്കന്റ്. ആപ്ലിക്കന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അല്ലെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് സെലക്ഷനിൽ വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പല ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് തന്നിട്ട് ഇത് ഏത് ടെസ്റ്റ് ആണെന്നൊക്കെ ഇവിടെ ചോദിക്കും. അപ്പൊ എന്താണ് ടു എവാലുവേറ്റ് ഡെവലപ്പ് നോളജ് ഓഫ് സ്കില്ല് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ട്രെയിനിങ്ങിന് ശേഷമാണ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് ഏത് ടെസ്റ്റ് ആണ് അല്ലെ, അത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അല്ലെ, അതേസമയം പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ബിഹേവിയർ, അവർക്ക് ഇതേമാതിരി തന്നെ ഒരു ബിഹേവിയർ അവരുടെ പെരുമാറ്റ രീതി അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് എന്തിനാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് അത് കണ്ടെത്താൻ വേണ്ടിയിട്ടും. അതേമാതിരി തന്നെ എന്താണ് യൂസ് ഓഫ് ടെസ്റ്റ്. അപ്പൊ ആ ടെസ്റ്റുകൾ അപ്പോ ഏതെങ്കിലും അതിൽ നിന്നൊക്കെ ചോദിക്കാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ചോദ്യം കാണാറുണ്ട്. ഇത് അതേമാതിരി തന്നെ പല ഇന്റർവ്യൂകളുടെ കാര്യത്തിലും വ്യത്യസ്ത തരത്തിലുള്ള ഇന്റർവ്യൂകൾ ഉണ്ട് അല്ലെ. ഏതെങ്കിലുമൊക്കെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് അത് ഏത് തരം ഇന്റർവ്യൂ ആണെന്നൊക്കെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പാറ്റേൺ ഗ്രൂപ്പ് സ്ട്രക്ചർ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നേരത്തെ കൂട്ടി അല്ലെ അവിടെ പ്രീ പ്ലാൻഡ് ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അതേസമയം നോൺ ഡയറക്റ്റ് ആണെങ്കിൽ പ്രീ പ്ലാൻഡ് ഒന്നല്ല, അവർ ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ അത് വെച്ചിട്ട് ഡെപ്ത് ആർ ആക്ഷൻ എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിലും കൂടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പായിട്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്തിട്ട്. പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒന്നിച്ച് നിന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ അത് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ ആണ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തെങ്കിലും ഒരു സ്ട്രെസ് അല്ലെ, എന്തെങ്കിലും അവരെ ആ ഒരു ഇന്റർവ്യൂവിനെ വേറെ ആ കാൻഡിഡേറ്റിനെ നിരാശപ്പെടുത്തിയിട്ട് അവരുടെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് ഏത് തരത്തിലുള്ള പോസ്റ്റ് അവർക്ക് കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കി വിലയിരുത്തുന്നതാണ് സ്ട്രെസ് ഇന്റർവ്യൂവിന് വരുന്നത്. പ്രൊമോഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അവരുടെ ഒരു ഇത് അല്ലെ ഈ ഒരു ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒഴിവ് മേലുദ്യോഗസ്ഥരുടെ ഒഴിവുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കയറ്റുന്നതാണ് പ്രൊമോഷൻ. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പ്രൊമോഷൻ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി ടു എ ജോബ് which pay more money or other that carries some period preferred status. അവരുടെ സ്റ്റാറ്റസിന് പ്രിഫറൻസ് ഇത്തിരി കൂടി മാറ്റം വരുന്നുണ്ട്. അപ്പൊ തന്നെ
എന്താണ് സാലറി പേയ്മെന്റിലൊക്കെ ഇൻക്രിമെന്റ് ലക്ഷ്യം കൂടി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് പ്രൊമോഷൻസ്. എന്താണ് ഡിമോഷൻ എന്ന് പറയുമ്പോൾ അവര് ഒന്നും കൂടി ഡൗൺ ചെയ്യുന്നതാണ് അല്ലെ. ഡിമോഷൻ മീൻസ് ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാറ്റസ്, അവരുടെ സ്റ്റാറ്റസിൽ നിന്ന് ഒന്നുകൂടി താഴ്ത്തി അവർക്ക് ജോലി ഏൽപ്പിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് അത് അവരുടെ നല്ല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാത്തത് കൊണ്ട് ഒരു പണിഷ്മെന്റ് എന്ന നിലയിലേക്കാണ് താഴ്ന്ന രീതിയിലേക്ക് പോസ്റ്റുകൾ കൊടുക്കുന്നത്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ് ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് സെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓർ പൊസിഷൻ ടു അനദർ അറ്റ് ദ സെയിം ഓർ അനദർ പ്ലേസ് വേർ ഹിസ് സാലറി. അവിടെ സാലറിയിലോ ജോലിയിലോ വ്യത്യാസം വരുന്നില്ല, പക്ഷെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാറ്റുന്നു എന്നുള്ളൂ. അതായത് ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സെയിം ആയിരിക്കും, അവരുടെ ജോലിയൊക്കെ സെയിം ആയിരിക്കും, സാലറി ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്കൊക്കെ മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഇതുവരെ കവർ ചെയ്ത് തീരാറായിട്ടോ. ഇനി എന്താണ് സെപ്പറേഷൻ. മൊഡ്യൂള് 3 ആണ്, ഡിവിഷൻ ആണ്. ഇത് ഇങ്ങനെ തന്നെ പോയാൽ പോലെ ഡിവിഷൻ സ്പീഡ് കൂടുന്നുണ്ട്. ഇതിലും സ്പീഡ് ഇല്ലാതെ നമുക്ക് റിവൈസ് ചെയ്ത് പോകാൻ പറ്റില്ല. നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകുന്നില്ലേ? ഒന്ന് ഇത് എടുക്കുമ്പോ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് പഠിച്ചു പോകണം കേട്ടോ. ഇങ്ങനെ മതിയോ? ഇനി എന്താണ് എന്താണ് നമ്മുടെ ഓൺ ദ ജോബ് സെപ്പറേഷൻ എന്താന്നൊക്കെ നമ്മൾ കണ്ടു. സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെ ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ മാറ്റുകയാണ് വിരമിക്കുക അല്ലെ. ഏത് രീതിയിലാണെങ്കിലും നമ്മൾ മാറ്റാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വോളണ്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത് പോകുന്ന മാതിരി പോവാം, അതല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് അല്ലെ. അവര് ചിലപ്പോഴെങ്കിലൊക്കെ ചോദിക്കാറുണ്ട്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറില്ല അല്ലെ. റെസിഗ്നേഷൻ നമുക്ക് ചിലപ്പോ നമ്മളുടെ എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന്റെ പെരുമാറ്റ രീതി കൃത്യമല്ലാതെ ആവുമ്പോൾ മാനേജർ മസ്റ്റായിട്ട് പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെയുള്ളതാണ് ഡിസ്ചാർജ് ഓർ ഡിസ്മിസൽ അല്ലെ. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പണിഷ്മെന്റ് നിലയ്ക്ക് കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നത്. ലേ ഓഫ് എന്ന് പറയുമ്പോൾ അവരെ ചിലപ്പോ ഒരു 3 തൊഴിലാളികളെ നിർത്തിയിട്ട് അല്ലെ അവർക്ക് കൊടുക്കേണ്ട സാലറി 2 പേർക്കും കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് അവിടെ എംപ്ലോയർക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരാളെ പിരിച്ചുവിടും. കാരണം വെറുതെ ഫിനാൻഷ്യലി എന്തിനാ മുടക്കുന്നത്, കാരണം 2 പേരുടെ ഡ്യൂട്ടി അവിടെ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള മൈൻഡില് മാനേജർ ചിലപ്പോൾ പിരിച്ചുവിടാം, ഒരാളെ ഒക്കെ പിരിച്ചുവിടാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെ 3-4 രീതിയിൽ ഈ ഒരു വിരമിക്കല് അല്ലെ ആ ഒരു രീതിയിൽ വരാറുള്ളതാണ്. എന്താണ് ഇനി എംപ്ലോയീസ് ട്രെയിനിങ് ഉണ്ട്. അത് വ്യത്യസ്ത തരത്തിലുള്ള ട്രെയിനിങ്ങുകളുണ്ട് ജോലിക്കിടയിൽ പരിശോധിക്കുന്ന അല്ലെ. അത് പല രീതിയിൽ ചിലപ്പോൾ അസൈൻമെന്റ് ഒക്കെ കൊടുത്തിട്ട് ഏറ്റവും മോസ്റ്റ് നല്ല അസൈൻമെന്റ് ഉള്ള രീതിയിൽ അത് കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, ഇത് ട്രെയിനിങ് ആണ്. അപ്പൊ ഇത് വിവരിച്ചു കൊടുക്കുകയാണ് അല്ലെ. നമ്മൾ ഇലസ്ട്രേറ്റ് ചെയ്ത് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് വീണ്ടും എന്താണ് ചിലപ്പോഴേക്കും ഓരോ സ്റ്റെപ്പായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എന്താണ് അവരെ കറക്റ്റ് ചെയ്ത് അവരെ സ്കില്ലിലേക്ക് എത്തിക്കുന്ന ഒരു ട്രെയിനിങ് ഉണ്ട്. പിന്നെ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ആ ട്രെയിനിങ് വരുന്നത്. ആദ്യം തന്നെ ആവശ്യകത എന്താന്നുള്ളത് കണ്ടെത്തുന്നു, പിന്നെ അവരെ ജോലിക്ക് തയ്യാറാക്കുന്നു, പിന്നെ ആരെ വെച്ച് പഠിപ്പിക്കണമെന്ന് മനസ്സിലാക്കുന്നു, പിന്നെ എങ്ങനെയാണത് ഇവരിലേക്ക് ട്രെയിനിങ് എത്തിക്കാൻ പറ്റാന്ന് നോക്കുന്നു, അവരെ എത്തിച്ചു കഴിഞ്ഞിട്ട് അവരെ പെർഫോമൻസ് വിലയിരുത്തുന്നു, ഫോളോ അപ്പ് നടത്തുന്നു എന്നുള്ളത്. അത് അത്രയും അങ്ങനെ ശ്രദ്ധിച്ച് കാണാറില്ല, പക്ഷെ ഈ ഒരു ഇതികൾ കാണാറുണ്ട്. അതായത് ട്രെയിനിങ് മെത്തേഡ്സ് ടെക്നിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജോലിക്കിടയിലുള്ള അതൊക്കെ ഫുൾ ഫോമുകൾ അടക്കം നോക്കിയാല് JIT എന്നൊക്കെ പറയുമ്പോൾ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ആണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ OJT എന്ന് പറയുന്നത് എന്താണ് ക്രമാനുസൃതമായിട്ടാണ് JIT വരുന്നത് അല്ലെ. അത് ഗ്രാജുവൽ ആയിട്ട് പഠിച്ചു കൂടിയാണ്. മറ്റേത് നേരത്തെ എംപ്ലോയർ അവരോടൊപ്പം തന്നെ കൊണ്ടു നടന്ന് അവരെ തൊഴിൽരംഗം മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത് തുച്ഛമായ വേതനത്തിന് നിന്ന് തന്നെ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ദിസ് പേഴ്സൺ ഇസ് ലേണിംഗ് എ ട്രേഡ് ഫ്രം എ സ്കിൽഡ് എംപ്ലോയർ ഹാവിംഗ് എഗ്രീഡ് ടു വർക്ക് ഫോർ എ ഫിക്സഡ് പീരിയഡ് അറ്റ് ലോ വേജ് അല്ലെ. ഒരു നിശ്ചിത വേജില് നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്ത് അല്ലെ അവരെ തൊഴിലായിട്ട് എല്ലാം ക്യാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സെന്റൻസ് ഒക്കെ വെച്ചിട്ട് അത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണോ, ജോബ് ഇൻസ്ട്രക്ഷൻ ആണോ, അപ്രന്റീസ്ഷിപ്പ് ആണോ എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കണം.
തുച്ഛമായ വേതനത്തിൽ നമ്മൾ ട്രെയിനിങ് നേടിയെടുക്കുന്ന എന്താണെന്നത് അത് ഒരു അപ്രന്റീസ്ഷിപ്പ് ആണ് അല്ലെ. നിശ്ചിതമായ കാലയളവിലേക്ക് തുച്ഛമായ വേതനത്തിൽ എംപ്ലോയറുടെ ഒപ്പം നിന്ന് നമ്മുടെ ട്രെയിനിങ് ഉണ്ട് എങ്കിൽ അത് അപ്രന്റീസ്ഷിപ്പ് ആണ്. എന്താണ് ഓഫ് ദ ജോബ് മെത്തേഡ്? അത് പലതരത്തിലുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാം. അത്ര എന്നാലും ചിലപ്പോഴൊക്കെ ഏതായിട്ടൊക്കെ കാണാറുണ്ട്. എന്താണ് പെർഫോമൻസ് അപ്രൈസില്? അത് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ലൈനെങ്കിലും ഫസ്റ്റ് ആയിട്ട് പഠിക്കുക. പെർഫോമൻസ് അപ്രൈസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് എ ജോബ് ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെന്റ്സ് അല്ലെ. അവരുടെ ആവശ്യകത അനുസരിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന എംപ്ലോയീസിന് അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തിട്ട് അവരുടെ പ്രകടനം വിലയിരുത്തുന്ന പ്രവർത്തനമാണ് പെർഫോമൻസ് അപ്രൈസിൽ നടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് അപ്രൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് ഒരു ജോലിക്കാരാണ് നടത്തുന്നു. അവർ ആ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് എവാലുവേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് ആ ജോലി ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത് അന്വേഷിക്കുന്നു. കറക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കറക്ഷൻ ഒക്കെ കൊടുക്കുന്നു. വീണ്ടും അവർക്ക് ട്രെയിനിങ് ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ കൊടുത്ത് അല്ലെ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് പെർഫോമൻസ് അപ്രൈസലിലാണ്. മോട്ടിവേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രേരകമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെ. അതൊക്കെ പോയിന്റ്സ് ഒക്കെ മസ്റ്റായിട്ട് നോട്ട് ചെയ്യുക. പെർസ്യൂഡിംഗ് വർക്കേഴ്സ് ടുവേർഡ് പ്രൊഡക്റ്റീവ് പെർഫോമൻസ് കോൾഡ് മോട്ടിവേഷൻ പ്രോസസ്. എന്താണ് മോട്ടിവേഷൻ പ്രോസസ് എന്ന് പറയുന്നത്? പെർസ്യൂഡിംഗ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ പ്രേരിപ്പിക്കുക അല്ലെ. വർക്കേഴ്സിനെ കൊണ്ട് പ്രേരിപ്പിക്കുക. നല്ല പ്രൊഡക്റ്റ് ഇതല്ല കർശനമായിട്ട് തന്നെ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാനായിട്ടുള്ള പ്രേരണ കൊടുക്കുന്ന ഏത് പ്രവർത്തനത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം? മോട്ടിവേഷൻ പ്രവർത്തനം എന്ന് പറയാം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പലതരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. ഫിനാൻഷ്യൽ മോട്ടിവേഷൻ, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനിലൊക്കെ നമുക്കറിയാം അല്ലെ. അവർക്ക് എന്തൊക്കെ സ്റ്റാറ്റസ് ഉയർത്തി കൊടുക്കുക, നല്ല കാർപ്പറ്റ്സുകളൊക്കെ കൊടുക്കുക അല്ലെ. എന്തെങ്കിലും കളർഫുൾ ആക്കി അവരെ ഗ്രേഡ് കൂട്ടി കൊടുത്ത് അല്ലെ. അങ്ങനെയൊക്കെ വരുന്ന നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസ് ഒക്കെ. പിന്നെ അത്രയും കാര്യങ്ങളൊക്കെ അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ ജസ്റ്റ് മനസ്സിലാവുന്നതുള്ളൂ. പിന്നെ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് അത് കാണാറില്ല. ഇനി എംപ്ലോയീസ് ഗ്രീവ്നെസ് എന്താണ്? എംപ്ലോയീസ് ഗ്രീവ്നെസ് എന്താണെന്നുള്ളത് Moral means feeling enthusiasm, confidence in individuals or group that they will be able to handle the task allocated them. അതായത് അവർക്ക് അതിനോടുള്ള ആ ഒരു മനോവീര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ഉത്സാഹം തീഷ്ണതയൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എംപ്ലോയീസ് മൊറൈലിൽ വിടുന്നത്. ഗ്രീവ്നെസ് എന്ന് പറയുന്നത് പരാതികളാണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പലതരത്തിൽ അതേതേ രീതിയിലാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് അത് ഗ്രീവ്നെസ് ആണെന്ന് മനസ്സിലാക്കി. കംപ്ലൈന്റ് ദാറ്റ് അഫക്ട് വൺ ഓർ മോർ വർക്കേഴ്സ് കൺസിഡർ ഗ്രീവ്നെസ്. അല്ലെങ്കിൽ എന്താണ് കംപ്ലൈന്റ് ബിക്കമിങ് ഗ്രീവ്നെസ് വെൻ ഇറ്റ്സ് ഡിസ്കണ്ടന്റ് വിച്ച് ഈസ് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് വർക്ക്. എന്താണ് ഇസ് ബ്രോട്ട് ടു നോട്ടീസ് ദ മാനേജ്മെന്റ് അല്ലെ. മാനേജ്മെന്റിന്റെ അധികാരത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരാതികൾ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ് അതിൽ എന്തിന്റെ ഇതിലാണ് വരുന്നത്? ഗ്രീവ്നെസ് എന്നുള്ളതായിരിക്കും. തേർഡ് പോയിന്റ് ആണ് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാറുള്ളത്. കംപ്ലൈന്റ് ഫീൽഡ് ബൈ ആൻ എംപ്ലോയി ആൻഡ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. അപ്പൊ എന്താണ് റിട്ടേൺ കംപ്ലൈന്റ്? അതായത് പരാതികൾ അല്ലെ. പരാതികളാണ് റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കുന്നത്. ആ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്യുക. റിട്ടേൺ കംപ്ലൈന്റ് ഫീൽഡ് ബൈ ആൻ എംപ്ലോയി ആൻഡ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. അങ്ങനെ അത്രയൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സില് പ്രധാനമായിട്ടും വരുന്നത്. ക്ലിയർ ആയോ? കുറച്ച് സമയം എടുക്കേണ്ട വന്നു, വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഏതാണ്? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ. നമുക്ക് അടുത്ത ചാപ്റ്റർ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ നോക്കാം. അതിലും എന്താണ് പ്രധാനമായിട്ടും ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അധികം ഇതായിട്ട് വരുന്നില്ല. എന്താണ് എത്തിക്സ് എന്ന് നോക്കാം. എത്തിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. എത്തിക്സ് എന്ന് പറയുന്നത് ഗ്രീവ്നെസ് എന്ന് പറഞ്ഞാൽ പരാതികളാണ് ചാപ്റ്റർ. ഇതിന്റെ ചാപ്റ്റർ എത്തിക്സ് ചാപ്റ്റർ 5 ആണോ നോക്കിയത്? ഓക്കെ. മറ്റേത് ഗ്രീവ്നെസ് എന്ന് പറയുന്ന പരാതികളാണ്. അതിന്റെ പരാതികളൊക്കെ തിരുത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സണൽ മാനേജർ ആണെങ്കിലും HR ആണെങ്കിലും അദ്ദേഹത്തിന്റെ റോളാണ്. ഓക്കെ, പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുക അല്ലെ.
നാളെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. ഒരു സംശയം ഉണ്ടായ കാരണോട് ഞാനത് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഇനി എന്താണ് എത്തിക്സ്? എത്തിക്സിന്റെ കാര്യത്തിൽ വരുന്നത് എത്തിക്സ് എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. പിന്നെ എന്താണ്? കൺസേൺ വിത്ത് ദാറ്റ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ആൻഡ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. എത്തിക്സ് എന്ന് പറയുന്ന ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ലാസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യുക. ഈ കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻസ് ഹൗ എംപ്ലോയീസ് ഓർ മെമ്പർ ഹാവ് ടു ബി ആക്ട് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളത് അല്ലെ, അത് മെൻഷൻ ചെയ്യുന്നതാണ് ഈ കോഡ് ഓഫ് കണ്ടക്റ്റിലുള്ളത്. അല്ലെ, മെൻഷൻസ് ഹൗ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട്. നമുക്കറിയാം ധാർമ്മിക മൂല്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതേമാതിരി തന്നെ ലോ എന്നുള്ള രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ആവശ്യപ്പെടാം അല്ലെ. അത് ലോ എന്ന് പറയുന്നത് റൂൾസ് ആണ്. ലോ എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ആണ്. അതൊക്കെ ആ ഒരു പോയിന്റ് വൈസ് ആയിട്ട് മനസ്സിൽ കൊണ്ടുവരിക. പിന്നെ എന്താണ് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് കാണുന്നത് ഈ മെഡിക്കൽ ലീഗൽ കേസസ്. MLCയുടെ ഫുൾ ഫോം ഒക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഏത് തരത്തിലുള്ള മെഡിക്കൽ ലീഗൽ കേസസ് ഒക്കെ വരാമെന്നുള്ളത് നമുക്കറിയാം. വ്യത്യസ്ത തരത്തിലുള്ള ലീഗൽ കേസുകൾ അല്ലെ, നിയമ നടപടികൾക്ക് വിധേയമാകാവുന്ന പല കേസുകളുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ തന്നിരുന്നു. അനിമൽ അറ്റാക്ക് ആണെങ്കിലും ഫിസിക്കൽ അസാൾട്ട് കേസസ് ആണ്. അതിന്റെയൊക്കെ മീനിങ് പറഞ്ഞു പോയായിരുന്നു അല്ലേ. ഏതെങ്കിലും 3-4 തന്നിട്ട് അതൊക്കെ ലീഗൽ കേസിൽ പെടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ. അതൊന്ന് ജസ്റ്റ് അങ്ങനെ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കാം. MLCയുടെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. എക്സാമ്പിൾസും മനസ്സിലാക്കി വെക്കാം. പിന്നെയുള്ളതെല്ലാം ഈ ഒരു പോയിന്റ് വൈസ് ആയിട്ട്, അതായത് ആക്ടുകളാണല്ലോ. അപ്പൊ അത് ഏത് വർഷം പേജ് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെയൊക്കെ പ്രധാനമായിട്ടും എന്താണ്? വിച്ച് ആക്ട് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇസ് ഗ്രേറ്റർ ദാൻ 50, ഗ്രേറ്റർ ദാൻ 20. അപ്പൊ അത് ഏത് ആക്ടുകളാണ് അല്ലെ. നമുക്ക് ഇവിടെ പോയിന്റുകൾ തന്നിട്ടുണ്ട്. 50-ൽ കൂടുതൽ, 50-ൽ കൂടുതലോ വരുമ്പോഴാണ് ഈ ഒരു ആക്ടിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ക്വസ്റ്റ്യൻ വരുന്ന മോഡൽ ഇങ്ങനെയാണ്. വിച്ച് ആക്ട് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇസ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ അണ്ടറിൽ നമുക്ക് പലതരത്തിലുള്ള ആക്ടുകൾ തരും. അതേമാതിരി തന്നെ ഈ ആക്ടിന്റെ ഇയറുകളും ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, പലതരത്തിലുള്ള ആക്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നുണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? വ്യവസായമാണല്ലോ. ഹോസ്പിറ്റൽ അണ്ടർ എന്തിന്റെ കീഴിൽ വരുന്നതാണ്? ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. അത് ആ ടേമിൽ തന്നെ കറക്റ്റ് ആയിട്ട് പറയുന്നത് ഹോസ്പിറ്റൽ കംസ് അണ്ടർ ദ ടേം ഇൻഡസ്ട്രി അല്ലെ. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ഹോസ്പിറ്റൽ എന്തിന്റെ കീഴിൽ വരുന്നതാണ്? വ്യവസായത്തിന്റെ കീഴിൽ വരുന്ന ഒന്നാണ്, ഒരു സംരംഭമാണ്. ഓക്കെ. പിന്നെ ആക്ടിന്റെ ഒക്കെ അതുകൊണ്ട് തന്നെ ഇയേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഈ ആക്ടിന്റെ ഇയേഴ്സ് നോട്ട് ചെയ്യാം. പിന്നെ അതെല്ലാം ചോദിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. മിനിമം വേജസ് ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് വിച്ച് ഇയർ അല്ലെ, ഏത് ഇയർ നമുക്ക് കാശൊക്കെ ഇട്ട് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇയർ ഒക്കെ പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു പോയിന്റ് ആണ് മറ്റു രീതിയിലുള്ള ക്വസ്റ്റ്യൻ കാണാറ്. വിച്ച് ആക്ട് ക്യാൻ ബി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അല്ലെ മോർ ദാൻ ഗ്രേറ്റർ ദാൻ 50 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 20 എന്നൊക്കെ പറയുമ്പോൾ മിനിമം വേജസ് ആക്ട് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 20 അംഗങ്ങളാവുമ്പോഴാണ് ആ ഒരു ആക്ടിന്റെ കീഴിൽ വരുന്നത്. ഇതാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 50 അതിന്റെ കീഴിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ കീഴിൽ വരുന്നത് അത്രയും എംപ്ലോയിക്ക്, അത്രയും മേലെയുള്ള എംപ്ലോയികൾ ആവുമ്പോഴാണ് അതിന്റെ കീഴിൽ വരുന്നത്. ആക്ടിന്റെ ഇയർ ഏതാണ്? അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പറ്റും. പിന്നെ വരുന്നത് ഫുൾ ഫോമുകളെല്ലാം മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇപ്പൊ എന്താണെങ്കിലും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് അല്ലെ, IMC എന്താണ്, LMC എന്താണ്, എല്ലാത്തിന്റെയും ഫുൾ ഫോമുകളൊക്കെ ഓർത്ത് വെക്കുക. IMC അതേമാതിരി തന്നെ IMC ഒക്കെ മാറിപ്പോവാതൊക്കെ നോക്കാം. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്, ഇയർ അതൊക്കെ ഓർത്ത് വെക്കുക. അല്ലാതെ അതിന്റെ ഉള്ളിലെ കണ്ടൻസ് ഒന്നും അധികം ആധികാരികളായിട്ട് ചോദിക്കാറില്ല. ആ ഹെഡ്ലൈൻസും ആ ഇയറും പിന്നെ എണ്ണത്തിന്റെ കാര്യം നോക്കാറുണ്ട് പൊതുവെ. പിന്നെ ഷോർട്ട് ഫോമുകളെല്ലാം അല്ലെ, അത് ഫസ്റ്റ് ആയിട്ട് പഠിച്ചു വരും.
പിന്നെന്താണ് ലോ ഓഫ് ഇതില് പലപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതിന്റെ എന്താണ് വിച്ച് മീൻസ് ട്വിസ്റ്റഡ് അല്ലെ, ക്രൂക്കഡ്, അതൊക്കെ ഏത് ഫോം ലാറ്റിൻ വേർഡ് ടോട്ടസ് എന്ന് പറയുന്നത്, ടോട്ടസ് എന്ന ലാറ്റിൻ വേരിൽ നിന്നാണ്. അതെന്ന് പറയുന്നത് ട്വിസ്റ്റഡ് അല്ലെ, വളച്ചൊടിക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മീനിങ് ആണ് അതിനുള്ളത്. റോങ് ആയിട്ടുള്ള ഇഞ്ചുറി അല്ലെ, നമ്മൾ തെറ്റായ രീതിയിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് മിസ്ലേനിയസ് ടോട്ടസിലേക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അപ്പൊ അത് എന്താണ് കൺസ്യൂമർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസ് ഫ്രം എനി കൺസിഡറേഷൻ ഡാഷ് ഇസ് എ പേഴ്സൺ ഹു ഹയേഴ്സ്. അപ്പൊ കൺസ്യൂമർ എന്നുള്ള ടേം എന്താണത് അല്ലെ, ഒരു നിശ്ചിത കൺസിഡറേഷനിലെ സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്തെങ്കിലും മേടിച്ചെടുക്കുന്ന കടയിൽ പോയി ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഉപഭോക്താവാണ്. അതേസമയം നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ സർവീസ് പേഷ്യന്റ് ആയിട്ട് നമ്മൾ സർവീസ് ആണ് മേടിക്കണമെങ്കിലും നമ്മൾ അവിടുത്തെ ഉപഭോക്താവാണ് അല്ലെ. ആ ഒരു രീതിയിൽ കൺസ്യൂമർ എന്ന ടേം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ബിൽ ഓഫ് റൈറ്റ്സ് ഉണ്ട്. അത് ആ ഒരു ബിൽ ഓഫ് റൈറ്റ്സിന്റെ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അവകാശങ്ങളാണ് അതിലൂടെ തന്നെ. പിന്നെ അത്രയധികം ഇത് കാണാറില്ല. പിന്നെ കാണുന്നത് ഇവിടെ ഒരു ഇതാണ് അല്ലെ, PCVND ആക്ട് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്, പ്രഗ്നൻസി അല്ലെ, അതുമായി ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് അല്ലെ, പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാച്ചുറൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്, അതാണ് ആ ഒരു ഫുൾ ഫോം എന്താണെന്നുള്ളത്. ഇതങ്ങനെ ജസ്റ്റ് ഈ ഒരു പോയിന്റ് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ ഇതല്ലേ, പെട്ടെന്ന് ഇതൊന്നും അതുകൊണ്ട് തന്നെ അത് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടാണ്, പ്രഗ്നൻസിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971, അതും എന്താണെന്നൊക്കെ നോക്കുക. അതേമാതിരി തന്നെ 1998 ആണ് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂൾ, അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്താണ് 1998 ആണ്. അത്രയൊക്കെ ഉള്ളൂ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓക്കെ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ എന്താന്നുള്ളത് അതിന്റെ ഇയർ അത് മനസ്സിലാക്കി വയ്ക്കും. ഓരോന്നിനും നമ്മള് ഇതുണ്ട്, വേജസ് ആക്ട്, ബോണസ് ആക്ട്, അതേമാതിരി തന്നെ എന്താ പറയാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അങ്ങനെയൊക്കെയുള്ള കുറെ ആക്ടുകളുണ്ട്. ആക്ടുകളുടെ ഇയറും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കും. അതേമാതിരി തന്നെ വയലൻസ് ഡാമേജസ് പ്രോപ്പർട്ടി ആക്ട്, ഈ ആക്ടിന്റെ ഇയർ ഒക്കെ ഇടയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. 2012. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏത് ചാപ്റ്റർ? റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്തായാലും എടുത്തതാണ് അല്ലെ, അത് നമുക്ക് വേണ്ടാലോ. ഇത് നമ്മുടെ ഇതാണ്, എന്താണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. റെസ്പോൺസിബിലിറ്റിയും ആ ഓവർവ്യൂവും നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ ഈ ടൈമിൽ എടുത്തതൊന്നും വലിയ പ്രശ്നമില്ലല്ലോ, ഉണ്ടോ? അതായത് 4th മൊഡ്യൂള് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓവർവ്യൂ എന്തായാലും 3rd മൊഡ്യൂൾ തീർത്ത് വെക്കാം. സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ നെക്സ്റ്റ് മൊഡ്യൂളിൽ വരാൻ നോക്കാം. അപ്പൊ അതില് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റും ഒന്ന് നോക്കാം. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റില് എന്താണ് മനസ്സിലായില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഭാഗമാണെങ്കിൽ എടുത്ത് പറയുന്നുണ്ടോ? എടുത്ത് പറഞ്ഞു തരേണ്ടതന്നെ. ഇതിലെന്താ നോക്കാം, ചാപ്റ്റർ 6 ആണെന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് ഇത് മാത്രം നോക്കാം കേട്ടോ. ട്രാൻസ്ഫർ പേഷ്യന്റ് നോക്കാം, നിങ്ങൾക്ക് എങ്ങനെയാന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ ട്രാൻസ്ഫർ പേഷ്യന്റിലെ എന്താണ് മെയിൻ എയിം ഓഫ് സച്ച് ഷിഫ്റ്റിംഗ് മെയിൻ്റെനൻസ്, അതാണ് പ്രധാനമായിട്ടും ട്രാൻസ്ഫർ പേഷ്യന്റില് ഒരു രോഗിയെ സംബന്ധിച്ച് എന്താണ് നമ്മൾക്ക് കൂടുതൽ നല്ലൊരു ചികിത്സ അല്ലെ, അത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ഒക്കെ നടത്തുന്നത് അല്ലെ. മോസ്റ്റ് ഓഫ് ദ ട്രാൻസ്ഫർ നമ്മൾ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഇച്ചിരി നല്ല ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നല്ല മെഡിക്കൽ കെയർ ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്യുക. ദ മെയിൻ എയിം ഇൻ ഓൾ സച്ച് ഷിഫ്റ്റിംഗ് ഈസ് ടു അല്ലെ, ഈ ഓൾ സച്ച് ട്രാൻസ്ഫറിംഗ് മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി. ട്രാൻസ്ഫർ പേഷ്യന്റ് എടുക്കാൻ പറ്റിയില്ലേ? എടുത്തോ? അപ്പം പുതിയ ചാപ്റ്റർ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല.
2 മിനിറ്റ് കൂടി ഉള്ളു. എടുത്തോ? തുടങ്ങിക്കോട്ടെ. സ്ക്രീൻ കാണുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? സ്ക്രീൻ കാണുന്നില്ലേ? ആണോ? സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അതെന്തോ സംതിങ് റോങ് ആണോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. നമുക്ക് മൊഡ്യൂള് 3 ആയിരിക്കുള്ളൂ അല്ലെ? ട്രാൻസ്ഫോർമേഷന്റെ മൊഡ്യൂൾ 3 അല്ലേ? ഓക്കെ. നമ്മളെ 2 ചാപ്റ്റർ ആണ് ഇപ്പൊ കഴിഞ്ഞത്, എത്തിക്സും ഹ്യൂമൻ റിസോഴ്സും. ഞാനത് ട്രാൻസ്ഫോർമേഷന്റെ നോക്കാം. അതിൽ നമ്മൾ കണ്ടായിരുന്നു ഒരു പേഷ്യന്റിനെ അല്ലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പ്രധാനമായിട്ടും ആ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം നല്ലൊരു കെയർ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. നമ്മൾ കണ്ടായിരുന്നു ചില രീതിയിലും വീട്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തയക്കാറുണ്ട്. കാരണം പേഷ്യന്റ് അല്ലെ മരുന്നിനോടൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ അർജന്റൊക്കെ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ ഇച്ചിരി നല്ല കെയർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ടെന്നുള്ളതുണ്ട്. ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും. അപ്പൊ അതും എക്സാമ്പിൾ സഹിതമൊക്കെ ചോദിക്കുമ്പോൾ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് മൊഡ്യൂൾ 1-ലാണോ ട്രാൻസ്ഫോർമേഷന്റെ? ആയിരിക്കാം, പക്ഷെ എക്സാം 3rd മൊഡ്യൂളല്ലേ? ഓക്കെ. എനിവേ എക്സാമിന് നിങ്ങൾ ട്രാൻസ്ഫോർമേഷന്റെ അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ. അപ്പൊ നമ്മള് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ 3rd ഉം 4th ഉം എക്സാമുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ 3rd എക്സാമില് ട്രാൻസ്ഫോർമേഷന്റെ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആയിരിക്കും. എങ്കിൽ കൂടി ഈ എക്സാമിനാണ് അത് പരിഗണിക്കുക കേട്ടോ, ട്രാൻസ്ഫോർമേഷന്റെ. ക്വസ്റ്റ്യൻ സെക്കൻഡ് മൊഡ്യൂൾ തിരിച്ച് ആരോടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് ചോദിക്കുക. ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യുക, ഗ്രൂപ്പിൽ തന്നെ. കാരണം ഫസ്റ്റ് മൊഡ്യൂൾ എന്താണ് സെക്കൻഡ്, കാരണം കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും 3rd ഉം 4th ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് വന്നു കഴിഞ്ഞപ്പോഴും എല്ലാവർക്കും അല്ലെ സ്റ്റുഡൻസിന് തന്നെ അത് ക്യാച്ച് ചെയ്ത് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഒത്തിരി കണ്ടിട്ടുണ്ട്. എഡ്യൂക്കേറ്റീവ്സിൽ കറക്ഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് 3rd മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് മസ്റ്റായിട്ട് നമ്മൾ ചോദിച്ചറിയാം. 4th-ലും എന്താണെന്നുള്ളത്. അപ്പൊ ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും എന്താണെന്നുള്ളത് ഉണ്ടാവും. അപ്പൊ എന്താണ് നമ്മൾ ജനറൽ വാർഡിൽ നിന്ന് ICU-യിലേക്കൊക്കെ അങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ഏത് ട്രാൻസ്ഫർ ആണെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ അതെല്ലാം ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്. പുറത്തേക്കുള്ള ട്രാൻസ്ഫർ അല്ലെ നമുക്കറിയാം, ചോദിക്കുമ്പോൾ തന്നെ അതറിയാം. അങ്ങനെയുള്ള ട്രാൻസ്ഫർ ആണ് എങ്കിൽ എന്താണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ അല്ലെ? ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അത് ജനറൽ ട്രാൻസ്ഫർ ആണ്. പിന്നെ എന്താണ് പലതരത്തിലുള്ള ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഇതൊക്കെ അതിന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എല്ലാം കൊണ്ടുപോകണം, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ ഉള്ളതുണ്ട്. നിങ്ങൾക്കൊക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ക്വസ്റ്റ്യൻസും അധികം കാണാറില്ല. പിന്നെയും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് പ്രധാനമായിട്ടും എന്താണ് ഒരു ഇതിലേക്ക് വരുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് എക്സ്റ്റൻഡ് കെയർ ഫെസിലിറ്റീസ് പ്രധാനമായിട്ടും ആരാണ് ഇത് ഡിസിഷൻ എടുക്കുന്നത് അല്ലെ? ഒരു കൺസൾട്ടന്റിന്റെ ഡോക്ടർ ആയിരിക്കും അല്ലെ? അത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഡിസൈഡ് ബൈ എ സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ അല്ലെ? ആരാണ് ആ ഡിസിഷൻ എടുക്കുന്നതൊക്കെ ചിലപ്പോൾ ഒക്കെ ഡാഷിട്ടൊക്കെ കാണാറുണ്ട്. അത് റിട്ടേൺ ഫോമിലൊക്കെ ആയിരിക്കും അദ്ദേഹം എഴുതി തയ്യാറാക്കുന്നത്. പിന്നെ എന്താണ് പ്രധാനമായിട്ടും കാണാറുള്ളത് ഏതൊക്കെ രീതിയിൽ അല്ലെ എയർവേയും സംഭവങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം. ETT-യുടെ ഫുൾ ഫോം ഉണ്ട്, എൻഡോട്രാക്കൽ ട്യൂബ്, അതൊക്കെ മസ്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോകണം. പിന്നെന്താണ് പലതരത്തിലുള്ള അല്ലെ പലതരത്തിലുള്ള ഇതുകളുണ്ട്. വെന്റിലേഷൻ ഷുഡ് ബി സഫിഷ്യന്റ്, റെഗുലേറ്ററി മെഷീൻ, ഇതെല്ലാം ഈ ഒരു എയർവേയും ബ്രീത്തിങ് സർക്കുലേഷൻ എന്താണെന്നുള്ളത് മസ്റ്റായിട്ട് നോക്കി പോകാം. അത് അത്രയും ഇമ്പോർട്ടൻ്റ്. ഇതല്ല എങ്കിലും നിങ്ങൾക്ക് ഒന്നും അറിയാതിരിക്കരുത് അല്ലെ? ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്നൊക്കെ പറയുന്നത് GCS, അതിന്റെയൊക്കെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട്, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് അതിലാണെങ്കിൽ പ്രധാനമായിട്ടും ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉണ്ട്. അപ്പൊ ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിലും അതേമാതിരി തന്നെ അഡ്വൈസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിലൊക്കെ
പ്രത്യേകതകൾ വ്യത്യസ്തമാണ്. അപ്പൊ അതെല്ലാം മസ്റ്റായിട്ട് നോക്കുക. കാരണം ഇത്തരത്തിലുള്ള ഇത് തന്നിട്ട് അത് ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ടിൽ പെടുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം, അതൊക്കെ നോട്ട് ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടും വരുന്നത് ഈ ഒരു ഭാഗം എന്തായാലും നോക്കണം കേട്ടോ. കാരണം ബേസിക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടും MIC ഒക്കെ മസ്റ്റായിട്ട് നോക്കണം. അത് വ്യത്യസ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഈ ഭാഗത്ത്. ഒരു ക്വസ്റ്റ്യനൊക്കെ മസ്റ്റായിട്ട് വീണ്ടും എന്തായാലും വരാറ്. പിന്നെ ഓർഗൻസ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? എയർ ട്രാൻസ്പോർട്ട് ആണ് അല്ലെ. ഇത്രയും പെട്ടെന്നൊക്കെ എത്തേണ്ടതുണ്ട്. അതിപ്പോ ഇതുമായി ബന്ധപ്പെട്ട ഇതുകൊണ്ട് തന്നെ അതിൽ ആ പോയിന്റ് എടുത്ത് പറയുന്നതല്ല, പേഷ്യൻസ് ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെ. ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് എയർ ട്രാൻസ്പോർട്ട് ആണ്. MIC ഓക്കെ, MICU എന്ന് പറയുന്നത് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. നോട്ട് ചെയ്യാം. പിന്നെന്താണ് ഈ ലെവലുകളും നോക്കുക, അതും ഇമ്പോർട്ടന്റ് ആണ്. 0 ലെവല്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അല്ലെ. അതിലൊക്കെ എന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് പറയുന്നത് കൺസിസ്റ്റ് പേഷ്യൻസ് who are in need of observation or intervention for failure of a single organ system and have to be accompanied by trained and professional personnel അല്ലെ. അവിടെ ഓരോ ലെവലുകളനുസരിച്ചിട്ടാണ് പേഷ്യന്റിന്റെ ലെവലാണ് അവിടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചിട്ട് അവിടെ അതിനനുസരിച്ചിട്ടുള്ള സേവനങ്ങളും അവിടെ ഫെസിലിറ്റി ചെയ്യും അല്ലെ. അപ്പൊ അതില് പ്രധാനമായിട്ടും അത് ഏത് ലെവലുകളൊക്കെ ആണുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏതെങ്കിലും ലെവല് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പൊതുവെ ലാസ്റ്റ് ഭാഗത്തുനിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതായത് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മളുടെ ഒതന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു സാധനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരിക്കലും മിസ്സാവാൻ പറ്റാത്തൊരു കാര്യമാണ് അവരുടെ ആധികാരികത വെളിപ്പെടുത്തുന്ന രേഖകൾ എന്നുള്ളത്. ആ ഒരു കുറിപ്പ് അല്ലെ. ഒതന്റിഫിക്കേഷൻ ഓഫ് പേഷ്യന്റ് ട്രാൻസ്ഫർ ഇസ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫൺ മിസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ട്രാൻസ്ഫർ. അതേമാതിരി തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമോണി ഷുഡ് ബി അല്ലെ. അത് സാക്ഷ്യപത്രം അതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സസ്റ്റൈൻഡ് ഗ്രോത്ത് ഫോർ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ സർവീസ് ട്രാൻസ്ഫർ. ഏത് രീതിയിലുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും അവിടെ ഒരു സാക്ഷ്യപത്രം ഒപ്പിട്ട് അല്ലെ സാക്ഷിയെ കൊണ്ട് സൈൻ ചെയ്ത് മേടിക്കേണ്ടതുണ്ട്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മള് 3 ലെസൺസ് കവർ ചെയ്തിട്ടുണ്ട്. നോക്കാം. എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്കില് പോർഷൻസ് എടുത്ത് തീരാത്ത മിസ് ഉണ്ട്. ചിലപ്പോ അവർ ചോദിച്ചിട്ടുണ്ട്. ഇൻ കേസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറും എന്താണ് ഓവർവ്യൂവും റെസ്പോൺസിബിലിറ്റിയും കമ്പ്യൂട്ടറും ഓവർവ്യൂ എനിക്ക് തോന്നുന്നു സ്ലോ ആയിട്ടാണ്. കാരണം ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ ഇത്തിരി സ്പീഡിൽ കൊണ്ടുപോകേണ്ട വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് റിവൈസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ സമയമെടുത്ത് തന്നെ റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? പറ്റിയില്ലേ? ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ ബാക്കി നോക്കാം. സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാം. അല്ലെങ്കിൽ നിങ്ങൾ നന്നായി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ആ 4th മൊഡ്യൂളും ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ. താങ്ക് യു. Thank you, Miss. Sorry, miss. Thank you, Miss.